നമ്മളിങ്ങോട്ട് പോണേ രാവിലെ തന്നെ നമ്മള് പൂളില് പോവാൻ പോവാ. പൂളില് പോയിട്ട് വെള്ളത്തില് കുഞ്ഞു ചേടാൻ പോവാ. ഇറങ്ങോ വെള്ളത്തിലിറങ്ങണ്ട ചെറുമൂളിങ്ങണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഞാൻ അടുത്ത ലൊക്കേഷൻ എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. പോണ വഴിക്ക് തീരുമാനിക്കുള്ളൂ. അതെ. ഞങ്ങളിവിടെ ഒരു മോസ്ക് ഉണ്ട്, ഒരു പഴയ മോസ്കാന്ന് പറഞ്ഞ് അൽ ബദിയ മോസ്ക്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നേക്കാണ്. മലയുടെ മുകളിലെങ്ങാണ്ടാണ്, നല്ല വെയിലുമാണ്. വണ്ടി ഇവിടെ ഇതാണ് മോസ്ക്. ജസ്റ്റ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ച് നടന്നോളൂ, അപ്പോഴത്തേനും കരിഞ്ഞു. ഭയങ്കര ചൂടാണ് ഇവിടെ. പക്ഷേ ഗേൾസിന് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഗേൾസിന് പോകാൻ പറ്റില്ല എന്നല്ല, ഗേൾസിന് പോകാൻ, പക്ഷേ മറ്റേ പർദ്ദ വേണം, എന്നാലേ അങ്ങോട്ട് കയറ്റുള്ളൂ. അപ്പം ഞാനും അനുഷയും കൊച്ചും ഇവിടെ പോസ്റ്റ് ആയിരിക്കും. സ്റ്റഡിയിൽ കണ്ടുപിടിച്ചത്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൽ നമുക്കിങ്ങനെ കയറി പോകണമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയെങ്കിൽ അവിടെ എന്തായിരിക്കും, എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ കയറ്റത്തില്ല എന്ന് തോന്നുന്നു. വെള്ളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് വെയിൽ കാരണം എനിക്കൊന്നും കാണാൻ പറ്റണില്ല. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. കയറാൻ പറ്റിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ, വീഡിയോ അലൗഡ് ആണെങ്കിൽ അവിടെ എടുക്കും. അപ്പോൾ നോക്കാം എങ്ങനെയാണ്. എന്തായാലും ഫോൺ കൈമാറാം. നല്ല ചൂടാണ് താഴത്ത്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഈ മോസ്കിൻ്റെ ബാക്ക് സൈഡ് കാണുന്നത്. അവിടെ എന്തൊരു പഴയൊരു സംഭവമൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ കയറി പോകണ്ട അങ്ങോട്ടൊക്കെ. നമുക്ക് വെയിലത്തങ്ങോട്ട് കയറാൻ പറ്റാത്തവരുണ്ട്. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പഴയ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മൊത്തം. കടകളൊക്കെ കാണാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 10-20 കൊല്ലം മുന്നത്തുള്ള 20 പോരാ അങ്ങനത്തെ കടകളും വീടുകളൊക്കെ പോലെ തന്നെ തോന്നാം. നമ്മളൊരു റെസിസ്റ്റൻസ് മൗണ്ടൻ ഒരു മലയുടെ മുകളിൽ എത്തിക്കാണ്. റെസിസ്റ്റൻസ് മോൺമെന്റ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇതൊരു മ്യൂസിയത്തിൻ്റെ വകയൊക്കെ ആയിട്ടാണ് തോന്നുന്നു. എന്തായാലും നല്ല വെയിലുമാണ്. പക്ഷെ ഇവിടെ നന്നായി നല്ല വ്യൂ ഉണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ ഫുജേറയൊക്കെ ഒന്ന് കാണാൻ പറ്റും. രണ്ട് പിള്ളേരും ഉറക്കമായി. പക്ഷെ വെയിലായതുകൊണ്ട്
ആ സൈഡിലേക്ക് മാറി ആ തൂണിന്റെ പുറകിലോട്ട് നിന്നു. ഡാഡി മോളും പാവം കൊച്ചിട്ടാ. ചൂടുണ്ടോ ചൂടുണ്ടോ? അയ്യോ അയ്യോ, വണ്ടി ഓടിക്കാണ് വണ്ടി. സാരില്ല, അവളും ചൂട് കൊണ്ട് പഠിക്കട്ടെ ഇപ്പോഴേ. അവള് പക്ഷെ അധികം ചൂടൊന്നും വിളിക്കണില്ല കേട്ടാ. ഫുൾ കവർ ചെയ്തിട്ടുണ്ട്, പിന്നെ വെയിലത്തൊന്നും നിർത്തണില്ല അവളെ. ഇതാണ് എൻട്രൻസ്. സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴത്തോട്ട് പോകണം. ഹലോ ഹലോ, ഓ അകത്ത് കയറിയപ്പോൾ എന്തൊരാശ്വാസം. സാറേ മോളെ ചൂട് മാറിയാ? എൻ്റെ മുഖമൊക്കെ നോക്കി. ബിഗ് സ്ക്രീനിൽ കാണുന്നുണ്ട്. ഞങ്ങളവിടുത്തെ ഇതൊക്കെ കണ്ട് ഇറങ്ങി. ഇതായിരുന്നു നേരത്തെ നമ്മൾ കണ്ട ഒരു വീഡിയോൻ്റെ ഇത്. അംബർല ബീച്ച്. ബീച്ചിലെത്തേക്കാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അംബ്രല്ല ബീച്ചിലൊക്കെ പോയി അവിടെ ഇറങ്ങിയൊന്നുമില്ല, അല്ലാണ്ട് ജസ്റ്റ് കറങ്ങിയടിച്ച് നടന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി വീട്ടിൽ ചെന്നിട്ടായിരിക്കും മിക്കവാറും എടുക്കണേ, അറിയില്ല. ഓക്കെ, ഞങ്ങൾ പുതിയറയിൽ നിന്ന് പോകാൻ പോവാണ്. ബേബി അങ്ങ് ടയേർഡായിട്ടുണ്ട്. അതെ, ഇനി അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഓക്കെ.